അച്ചി കടച്ചക്കൊണ്ട് ശാന്തമാമ അടിപൊളി ഉപ്പേരി ഉണ്ടാക്കി തരാൻ പറഞ്ഞിട്ടുണ്ട്. വന്നിണ്ടാ? കടച്ചക്ക ഉപ്പേരിയാ? എനിക്കൊന്നും വേണ്ട. ഈ ഉപ്പേരിയുടെ കൂടെ കഴിക്കാൻ നല്ല പെപ്പർ ഇട്ട ബീഫ് കറി ഉണ്ട്. പോടി. സത്യായിട്ടും ആണാ? എന്നാ ഞാനുണ്ട്. ഉണ്ണികൃഷ്ണൻ ഓഫർ ചെയ്ത ചിക്കൻ ബിരിയാണി കളഞ്ഞിട്ടാ വന്ന ബീഫ് ഉണ്ടാവില്ലേ? പിന്നെ മീനു കടച്ചക്ക കിട്ടിയാ? കിട്ടിയോന്ന് അതേ യമണ്ടനാണ്. കടച്ചക്കേനതാ ഇതേപോലെ അരിഞ്ഞ് നന്നായി കഴുകിയെടുക്കണം. ദിവ്യാനി നന്നാക്കി തന്ന ചെറുള്ളിയും വെളുത്തുള്ളിയും നല്ല പോലെ ചതച്ചെടുക്കണം. ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ വെച്ച് ചൂടാക്കി ചെറുള്ളിനും വെളുത്തുള്ളിനും കറിവേപ്പില ഇട്ട് മൂപ്പിച്ചെടുക്കാം. കൂടെ ചതച്ച ചുവന്നമുളക് ഇട്ട് മൂത്ത് വരുമ്പോൾ ആ കടച്ചക്ക അങ്ങോട്ട് ഇട്ടുകൊടുക്കാം. കുറച്ച് പച്ചവെള്ളം ഇങ്ങനെ ഒഴിച്ച് മിക്സ് ചെയ്ത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ലിയോയ്ക്ക് മണം കെട്ടി തുടങ്ങി. കടച്ചക്ക വെന്തൂട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്താലേ ഇമ്മടെ ശാന്തമ്മ സ്പെഷ്യൽ കടച്ചക്കുപ്പേരി റെഡി. കൂടെ പെപ്പറും ചേർത്ത ബീഫ് കായക്കറി റെഡി. കടച്ചക്കുപ്പേരിയും ബീഫ് കറിയും കട്ടൻ ചായയും ചോറ് ബാർ. മോനു ഇതാണ് അമ്മമ്മയുടെ സ്പെഷ്യൽ കടച്ചക്കും ബീഫും. ഒന്ന് കഴിച്ചേക്ക് എങ്ങനെയൊന്ന് പറ. ഇപ്പൊ ശരിയാക്കി തരാം. മക്കളെ സൂപ്പർ കോമ്പിനേഷൻ. അച്ചാവേമോ ഇപ്പൊ തീരും. സോറിട്ടാ, ചെന്നില്ലേ അവിടെ പറഞ്ഞോലും ചെയ്തോളിയും. മീനു ഞാൻ റെഡി. അച്ചാ തീർക്കല് ഞാൻ പോരാട്ടാ. ഇതിലിപ്പം തൊട്ട് തീർക്കാൻ 2 ടീസ്പൂൺ ഉണ്ട്, 2 കടച്ചക്കയുടെ പീസും ഉണ്ട്.